നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നാർസിസ്റ്റുകളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിനെ കുറിച്ചാണ്. നാർസിസ്റ്റുകളുടെ മുഖഭാവങ്ങൾ, വിചിത്രമായിട്ടുള്ള മുഖഭാവങ്ങൾ, മൈക്രോ എക്സ്പ്രഷൻസ്, അതെങ്ങനെയാണ് ചില ബിഹേവിയേഴ്സ് അവർ കാണിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഭാവങ്ങൾ, അത് നമുക്ക് നാർസിസ്റ്റുകളെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അത് വെച്ചിട്ട് നാർസിസ്റ്റുകളിൽ തന്നെ ഇത്തരത്തിലുള്ള മുഖഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ചില ഭാവങ്ങൾ അത് എങ്ങനെയാണ് പ്രകടമാവുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിക്കുന്ന എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സ്പ്രഷൻസ് എല്ലാ നാർസിസ്റ്റുകളും കാണിക്കണമെന്നില്ല. നാർസിസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു സ്പെക്ട്രമാണ്. ഈ സ്പെക്ട്രത്തിൽ പല ടൈപ്പ് ഓഫ് നാർസിസ്റ്റുകളുണ്ട്. അപ്പോൾ അതിൽ പലരും പല രീതിയിലാണ് ഈ എക്സ്പ്രഷൻസ് കാണിക്കാറുള്ളത്. അപ്പോൾ ജനറലായിട്ട് ഉള്ള എക്സ്പ്രഷൻസാണ് ഞാൻ ഇവിടെ പറയാനായിട്ടും ഡിസ്കസ് ചെയ്യാനും പോകുന്നത്. അതിനൊപ്പം തന്നെ ചേർത്ത് പറയട്ടെ, ഇപ്പോൾ പലർക്കും ഈ എക്സ്പ്രഷൻസ് കാണുമ്പോൾ വിചാരിക്കും, അയ്യോ ഞാനും ഇതുപോലെ കാണിക്കാറില്ല, അപ്പം ഞാൻ നാർസിസിസ്റ്റ് ആണോ എന്നൊക്കെയുള്ള രീതിയിൽ പലരും കമൻറ്റ് സെക്ഷനിൽ ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട്, ഞാൻ നാർസിസിസ്റ്റ് ആണോ എന്നൊക്കെയുള്ള രീതിയിൽ. എപ്പോഴും അത്തരത്തിലുള്ള എക്സ്പ്രഷൻ കാണുമ്പോഴും ഇങ്ങനെയുള്ള തോട്ട് നിങ്ങൾക്ക് വരുമ്പോഴും ചിന്തിക്കാനുള്ളത്, നിങ്ങളത് എന്ത് ഇൻറ്റൻഷനിലാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ മറ്റൊരാളെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ അടിച്ചു താഴ്ത്താനോ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കാനോ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണെങ്കിൽ അത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഒരു നാർസിസിസ്റ്റ് ചെയ്യുന്നത്. അവിടെയാണ് ആ ഡിഫറൻസ്, ഒരു നോർമലായിട്ടുള്ള വ്യക്തിയും നാർസിസ്റ്റുമായിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ നാർസിസ്റ്റുകൾ ചെയ്യുന്ന എക്സ്പ്രഷൻസാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ നാർസിസ്റ്റുകൾ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ് ഉള്ള, ഏറ്റവും കൂടുതൽ വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന, എപ്പോഴും വാലിഡേഷൻ സീക്ക് ചെയ്യുന്ന, വളരെയധികം എമ്പതി ഇല്ലാത്ത മനുഷ്യരാണ്. പിന്നെ ഈ ഗ്രാൻഡിയോസ് ആയിട്ടുള്ള സെൽഫ് ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാരുമാണ്. അപ്പോൾ ഇവരുടെ എക്സ്പ്രഷൻസ് പലപ്പോഴും സബ്റ്റിലായിട്ടുള്ള രീതിയിലും റിവീലിംഗ് ആയിട്ടുള്ള രീതിയിലും ഒക്കെ പ്രകടമായിട്ട് കാണാറുണ്ട്. മെജോറിറ്റി ഓഫ് എക്സ്പ്രഷൻസ് ബാക്കിയുള്ളവർക്കുള്ളതിനേക്കാളും കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ ഉള്ള എക്സ്പ്രഷൻസിൽ ഈ പറയുന്ന പോലെ ഈ നെഗറ്റീവായിട്ടുള്ള കുറേ എക്സ്പ്രഷൻസ് അവരുടെ ഉണ്ട്, വിചിത്രമായിട്ടുള്ള എക്സ്പ്രഷൻസ്. അതിലൊന്നാമത്തെ എക്സ്പ്രഷനാണ് സ്മേർക്ക് എന്ന് പറയുന്നത്, ഒരു നാർസിസ്റ്റിക് സ്മേർക്ക്. ഈ ഒരു ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചുണ്ട് കോണി വെച്ചിട്ടുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു പുച്ഛത്തോടു കൂടിയുള്ള ആ ഒരു സ്മേർക്ക്. ഈ സ്മിർക്ക് എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളോടുള്ള ഒരു പുച്ഛം അല്ലെങ്കിൽ നിങ്ങളോടുള്ള അവരുടെ ഒരു സെൽഫ് ഗ്രാൻഡിയോസ് ആയിട്ടുള്ള ഒരു നേച്ചറിൻ്റെ, അവരുടെ എന്തൊക്കെയോ ആണെന്നുള്ള അവരുടെ സ്വയം ആയിട്ടുള്ള ഒരു ഭാവത്തിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ട് വരുന്നൊരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, പലപ്പോഴും നിങ്ങൾ വളരെ കൺസേണിങ് ആയിട്ടുള്ള, ജെന്യുവൻ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഫീലിംഗ് പറയുമ്പോഴായിരിക്കും ഇവർ എന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരോട് അവരുടെ വാലിഡായിട്ടുള്ള ഒരു ക്രിറ്റിസിസം പറയുമ്പോഴായിരിക്കും ഒരു എന്നുള്ള രീതിയിൽ അവർ ആ സമയത്ത് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെക്കാൾ വലിയ നോളജ് എനിക്കുണ്ട്, നീ പറയുന്നതൊന്നുമല്ല, നീ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനേക്കാളും കൂടുതൽ എനിക്കറിയാം, പിന്നെ നീ ഇപ്പോൾ പറഞ്ഞത് ഇതുപോലെ ചിരിക്കാനുള്ള വളരെ എന്താ പറയുക, മ്ലേച്ഛമായിട്ടുള്ള ഒരു കാര്യമാണ്, ഇതത്രയൊക്കെ നിനക്ക് അറിയുള്ളൂ എന്നൊരു എന്താ ഒരു എക്സ്പ്രഷൻ, അവരുടെ ഉള്ളിലെ ആ ഒരു വൃത്തികെട്ട സെൽഫിൻ്റെ ആ ഒരു റിഫ്ലക്ഷനാണ് വരുന്നത്. ഇങ്ങനെ ഒരു സാധനം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ആ ഒരു ചുണ്ട് സൈഡിലേക്ക് കോണിയുള്ള ആ ഒരു അസിമെട്രിക്കലായിട്ടുള്ള ആ ഒരു എക്സ്പ്രഷൻ. പിന്നെ ഈ കണ്ണ് മുകളിലേക്ക് ആക്കിയിട്ടുള്ള ഒരു ദീർഘനിശ്വാസം ഉണ്ട്, ഒരു ഐ റൈസിങ് വിത്ത് എ സൈ എന്ന് പറയും. അതായത് കണ്ണ് ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ട് അതെങ്ങനെയാണ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു രീതിയിലാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെങ്കിലും കോൺഫ്രണ്ടേഷൻ അവരോട് ചെയ്യുന്നുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുകയോ, അവർ ചെയ്തൊരു കാര്യം നെഗറ്റീവായിട്ടുള്ളൊരു കാര്യത്തെപ്പറ്റി പറയുകയോ, നിങ്ങൾ എന്താ പറയുക, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അബ്യൂസ് നേരിട്ട ഒരു എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് നേരിട്ട ആ ഒരു വിഷമത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ, അവർ ട്രിഗർ ചെയ്തത് കൊണ്ട് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിനെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അവർ കാണിക്കുന്ന ഒരു ഭാവമാണ് ഇങ്ങനൊരു സാധനം. ഇത് പല രീതിയിൽ കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ കുറച്ച് സബ്റ്റിലായിട്ടാണ് ഈ കോവേർട്ട് നാർസിസ്റ്റുകൾ ഇത് കാണുന്നത്. ക്ലാസിക്കൽ നാർസിസ്റ്റുകളിൽ പൊതുവേ ഇത് നല്ല പ്രകടമായിട്ട് അവർ കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ ആവശ്യമില്ലാതെ നീ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാനല്ലല്ലോ കാരണം, എന്നിട്ട് നീ എന്നെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, നീ ഇങ്ങനെ
ബുദ്ധിമുട്ടിക്കുന്നു, ഐ ആം ഫെഡ് അപ്പ് വിത്ത് യു, നിന്നെ കാരണം ഞാൻ വല്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നീ സ്റ്റുപ്പിഡാണ്, നീ ഒരു ഇഡിയറ്റാണ്, നീ ഒന്നിനും കൊള്ളാത്തതാണ്, അപ്പം വെറുതെ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച്. നിങ്ങളാരെങ്കിലും ഇതുപോലെ ഇത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പം പെട്ടെന്ന് ആരെങ്കിലും അയ്യോ ഞാനും ഇതുപോലെ കാണിക്കാറുണ്ട്, ഞാൻ നാർസിസിസ്റ്റ് ആണോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിങ്ങളിത് ചുറ്റും അപ്പുറത്തേക്കുന്ന ആളിനെ താറടിക്കാനോ അല്ലെങ്കിൽ മോശമാക്കി കാണിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ അവരെ റബ്ബിഷാണെന്ന് കാണിക്കാനോ അവരെ മെൻ്റൽ ഹെൽത്തിനെ തന്നെ താറുമാറാക്കാനോ എന്നുള്ള രീതിയിലാണോ കാണിക്കുന്നതെന്ന് മാത്രം ചിന്തിച്ച് നോക്കിയാൽ മതി. പിന്നെ മൂന്നാമത്തെ നാർസിസിസ്റ്റിൻ്റെ എക്സ്പ്രഷൻ ദ കോൾഡ് ഹാർഡ് സ്റ്റെയർ. ഇതെന്ന് പറയുന്നത് ദ ക്ലാസിക് സ്റ്റെയർ, ഡെത്ത് സ്റ്റെയർ എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്കറിയാമല്ലോ നാർസിസിസ്റ്റിൻ്റെ ആ ഡെത്ത് സ്റ്റെയർ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ നാർസിസിസ്റ്റുകളിലും കാണുന്ന ഒരു കാര്യമാണ്. ഈ ഡെത്ത് സ്റ്റെയർ എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പറയുക, ഈ കോൺഫ്രണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ഇത്തരത്തിലുള്ള പ്രകടമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവരിങ്ങനെ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അവർ കണ്ണിങ്ങനെ തുറന്ന് അവർ നിങ്ങളെ തന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾ നോക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഒരു ഷിവറിങ് ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. എന്താണ് ഇതൊരു മനുഷ്യനാണോ എന്നെ നോക്കുന്നത്, ഒരു ഡെവിളാണ് എന്നെ നോക്കുന്നത് പോലുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടാവും. ലിറ്ററലി ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും അവർ നോക്കുന്നത്. അവരവിടെ നിങ്ങളെ അനലൈസ് ചെയ്യുകയാണ്, അവരവിടെ നിങ്ങളെ ജഡ്ജ് ചെയ്തുകൊണ്ട് നിങ്ങളിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കെതിരെ ഇതെങ്ങനെ ഉപയോഗിക്കാം എന്ന് കാൽക്കുലേറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എക്സ്പ്രഷൻ കാണിക്കുന്നതിലൂടെ അവർ ചെയ്യുന്നത്. അവർ ആ സ്ട്രാറ്റജൈസ് ചെയ്ത് അവരുടെ ഉള്ളിൽ ആ ഒരു പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾക്കെതിരെ ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം നടത്തുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ഒരു സുഹൃത്ത്, എൻ്റെ നാർസിസിസ്റ്റിക് ആയിട്ടുള്ളൊരു സുഹൃത്ത് മറ്റൊരു വ്യക്തിയെ നോക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇയാൾ പെട്ടെന്ന് ഇങ്ങനെ അയാളെ സ്റ്റെയർ ചെയ്യുകയാണ്. ഇയാളിങ്ങനെ എന്താ പറയുക, ഒരു ഒബ്ജക്റ്റിനെ നോക്കുന്ന പോലെ, ഒരു മനുഷ്യനെ നോക്കുന്ന പോലെ, ഒരു ഒബ്ജക്റ്റിനെ സ്കാൻ ചെയ്യുന്ന പോലെ, ഒരു ഒബ്ജക്റ്റിനെ വളരെ കണ്ണിങ്ങായിട്ട് ഒരു കുറുക്കൻ നോക്കി നിൽക്കുന്ന പോലെയുള്ള ഒരു നോട്ടമാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്ന എനിക്ക് എൻ്റെ ദൈവം ഇതെന്തായി കാണിക്കുന്നത്, ഇതില്ലെങ്കിൽ മനസ്സിലൊരു ഭയങ്കര ഒരു സ്കേറി ഫീലിംഗ് ഞാൻ തോന്നിയത്. എന്നുവെച്ചാൽ അങ്ങനെയാണ് ഇവർ അത് ആ സ്കാനിങ് നടത്തുന്നത്. എന്നിട്ട് പെട്ടെന്ന് ഇവർ അതായിട്ട് ഓക്കെ ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യും, ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ. അവരറിയുന്നില്ല കോൺഷ്യസ്ലി, അവർ സബ് കോൺഷ്യസ്ലി ചെയ്യുന്നതാണ്. പക്ഷേ പ്രകടമായിട്ട് ഈ ഒരു ഡെത്ത് സ്റ്റെയർ എന്ന് പറയുന്നത് നാർസിസിസ്റ്റുകളിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നമുക്കിത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൂടെ ഇവർ നോക്കുന്ന പോലെ തോന്നും, നമ്മളിലൂടെ നോക്കുന്ന പോലെ, നമ്മളൊരു സ്മാൾ ആൻഡ് സിഗ്നിഫിക്കൻ്റ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള നോട്ടം ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക്സിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഒരു പാർട്ണർ ഈ രീതിയിലുള്ള നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പാർട്ണർ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുകയും ആ ഒരു സ്കെയർ നമ്മുടെ ഉള്ളിൽ ജനിപ്പിക്കാനും ആണ് അവർ ആ ഒരു രീതിയിൽ ജനിപ്പിക്കാൻ കാരണമാകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡെത്ത് സ്റ്റെയർ കാരണം. ഒരു പ്രെഡേറ്ററിനെ പോലെ നിങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും വരുന്ന എല്ലാം ഒപ്പിയെടുത്തുകൊണ്ട് നിങ്ങൾക്കെതിരെ അത് ഉപയോഗിക്കാനായിട്ട് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പലപ്പോഴും ചിലരിൽ വളരെ കണ്ണ് വൈഡ് ഓപ്പൺ ആയിട്ട് ഇത് കാണാറുണ്ട്. കണ്ണിങ്ങനെ ഉരുട്ടി വെച്ചിട്ട് നോക്കുന്ന പോലത്തെ ഒരു നോട്ടം. ഇപ്പോൾ ഐസ് ഇളവി താഴെ വീഴുമെന്ന് തോന്നും ചിലപ്പോൾ ഈ ഇങ്ങനെ ഉരുട്ടി നോക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഇവർ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ വളരെ കീനായിട്ട് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പക്ഷേ ആക്ച്വലി അവരതല്ല അവിടെ ചെയ്യുന്നത്. അവർ എക്സാക്ട്ലി ഈ കാര്യങ്ങൾ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കാനാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഫേക്ക് ലാഫ് എന്ന് പറയുന്നത്, ഫേക്ക് ആയിട്ടുള്ളൊരു ചിരി. അത് ഓൾ ഓഫ് എ സഡൻ അവർ എന്തിനാണിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ആളിനെ ഫൂളാക്കാനോ അല്ലെങ്കിൽ പ്ലീസ് ചെയ്യാനോ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് ഇങ്ങനെ ചിരിച്ചിട്ട് അല്ലെങ്കിൽ ചിരിക്കുന്ന പോലെ കാണിച്ചിട്ട് പെട്ടെന്ന് സ്ട്രെയിറ്റ് ഫേസ് ആവും. അപ്പം നമ്മൾ ഓൾ ഓഫ് എ സഡൻ, അതായത് ഈ ഒരു പെട്ടെന്ന് ചിരിക്കുന്ന പോലെ കാണിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു സ്ട്രെയിറ്റ് സാഡിസ്റ്റ് ഫേസ് വയ്ക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി മറ്റേ ആളിനെ ഒരു ഫൂൾ ചെയ്യുന്ന രീതിയിൽ
ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതായത് അവർ ചിരിച്ചു എന്ന് കാണിക്കാനായിട്ട്, അവർ ആ സമയത്ത് ആസ്വദിച്ചു എന്ന് കാണിക്കാനായിട്ടാണ് അവർ ആ ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷേ പ്രകടമായിട്ട് അറിയാം ആ ഒരു സിറ്റുവേഷനിൽ ഇവരത് ആസ്വദിച്ചിട്ടില്ല എന്നും ഇവരത് ഒട്ടും എൻജോയ് ചെയ്തിട്ടില്ല എന്നും ഇവർക്ക് അതിനകത്ത് ഒരു ഹാപ്പിനെസ്സും ഫീൽ ചെയ്തിട്ടില്ല എന്നും തൊട്ട് അടുത്ത എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഒരു സ്ട്രെയിറ്റ് ഫേസ് ആയിട്ടുള്ള സാഡിസ്റ്റിക് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും വരുന്നത്. നമ്മളൊരിക്കലും അങ്ങനെ ചിരിച്ചിട്ട് നമ്മളാരും തൊട്ടടുത്ത നിമിഷം ഒരു അൺഎമ്പതറ്റിക് ആയിട്ടുള്ള ഒരു സാഡിസ്റ്റിക് ഫേസ് ആരും കാണിക്കാറില്ല. ഇവർ ആ മാസ്കിറ്റ കാര്യം ഒറ്റയടിക്ക് മറന്നു പോകുന്ന പോലെയാണ് ഈ എക്സ്പ്രഷൻ. കുറച്ച് ഈ പറയുന്ന പോലെ അഭിനയിച്ച് കാണിക്കാനും ഡിഫിക്കൽട്ടി ഉള്ളൊരു എക്സ്പ്രഷനാണ്. പിന്നെ ഉള്ളൊരു എക്സ്പ്രഷനാണ് ഈ കണ്ടംപ്ച്വസ് കമ്പാഷൻ എന്ന് പറയുന്നത്, ഒരു പുച്ഛത്തോടെയുള്ള ഒരു സഹതാപം. അത് എന്തിനാണ് ഇവർ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന പോലെ ഞാനാണ് വിക്ടിം. ഇവിടെ നീ ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും, നീ നിൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞാലും, നിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞാലും, ഇവിടെ ഏറ്റവും വലിയ വിക്ടിം ഞാനാണ്, ഇവിടുത്തെ രക്തസാക്ഷി ഞാനാണ് ഇവിടെ എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാം നേരിടുന്നത് എനിക്കാണ് എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ അത് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു എക്സ്പ്രഷനാണിത്. ഇതെങ്ങനെയാണ് കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് അത് കാണുന്നത്. ഇത് വൾണറബിൾ നാർസിസിസ്റ്റുകളിലാണ് പൊതുവെ ഇത് കാണുന്നത്. അത് ക്ലാസിക് നാർസിസിസ്റ്റുകളിൽ പ്രകടമായിട്ട് കുറച്ചുകൂടെ എക്സാഗ്രേറ്റഡ് ആയിരിക്കും ഇത് കാണുന്നത്. ആൻഡ് കോവേർട്ട് നാർസിസിസ്റ്റുകളിൽ കുറച്ചുകൂടെ ലൈറ്റർ വേർഷനായിട്ടായിരിക്കും ഇത് കുറച്ചുകൂടെ സബ്റ്റിലായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അതാണ് ഇതിലൊരു ഡിഫറൻസ്. പക്ഷേ ഇങ്ങനത്തെ എക്സ്പ്രഷൻസ് പൊതുവെ നാർസിസിസ്റ്റുകളിൽ കാണാൻ കഴിയുന്ന ഒരു സാധനമാണ്. പിന്നെ ഒരു എക്സ്പ്രഷനാണ് ദി മാസ്ക് ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇവരെ റെഡ് ഹാൻഡഡായിട്ട് കോട്ട് ചെയ്തു, നിങ്ങൾ ഇവരുടെ എവിഡൻസ് സഹിതം ഇവരുടെ എന്തെങ്കിലും കള്ളത്തരം പിടിച്ചു, ഇവരെന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തത് നിങ്ങൾ തിരിച്ചു ചോദിച്ചു. അന്നേരം സാഹചര്യത്തിൽ എടുക്കുന്ന ഒരു ഓന്തി നിറമാറുന്ന പോലെ ഇടുന്ന ഒരു ഐറ്റമാണിത്. ഇത് വളരെ ഇന്നസെൻ്റായിട്ട് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇവർ കാണിക്കും. അപ്പോൾ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്താ പറയുക, ഒന്നും ഞാൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, എന്തൊക്കെയോ പറയുന്നു, നിങ്ങളിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയും നിങ്ങളെ ഗിൽട്ട് ട്രിപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എക്സ്പ്രഷനാണിത്. ഇതിനെപ്പറ്റി ഇയാൾ തെറ്റായിട്ടുള്ള കാര്യം ചെയ്തു എന്നുള്ള എന്ത് എവിഡൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ കാരണം അയാൾ ഹേർട്ടായി എന്നുള്ളൊരു കാരണം കാണിക്കാനുള്ളൊരു എക്സ്പ്രഷനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മിക്കവാറും ഈ എക്സ്പ്രഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഗിൽട്ട് ട്രിപ്പിങ്ങും ഗ്യാസ് ലൈറ്റിങ്ങും ഒക്കെ ഫോളോ ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും എക്സ്പ്രഷൻസാണ് ഇന്ന് നാർസിസിസ്റ്റിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മൈക്രോ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. എനിക്കറിയാം ഇതിലും കൂടുതൽ കാര്യങ്ങളുണ്ട്, അപ്പോൾ എനിക്കറിയാവുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കുറച്ചുകൂടെ വിശദമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിനൊപ്പം തന്നെ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുള്ള മറ്റ് എക്സ്പ്രഷൻസ്, ഇത്തരത്തിലുള്ള നാർസിസിസ്റ്റിൻ്റെ എക്സ്പ്രഷൻസും കൂടെ നാർസിസിസ്റ്റിക് വിക്ടിമായിട്ടുള്ളവർ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും പോലെ തന്നെ ഈ കാര്യവും ഒരു എക്സ്ട്രാ നോളജായിട്ട്, എക്സ്ട്രാ ഇൻഫർമേഷനായിട്ട് ഉപയോഗിക്കുക. നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒപ്പമുള്ള ആരെങ്കിലും നാർസിസിസ്റ്റ് ആണെന്ന് നിങ്ങൾ സസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ തെറാപ്പിസ്റ്റിനെ കണ്ട് ഡയഗ്നോസിസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും സെൽഫ് കെയറും എടുക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും